എം സ്വരാജ് മാധ്യമങ്ങൾ കാണുന്നു എൻ്റെ തത്സമയം. അവരുടെ ഒരു കാര്യമാണ്, നമ്മുടെ ഒരു കാര്യമല്ല. ഈ APS വിഭാഗത്തിന്റെ പിന്തുണ LDF ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ UDF-ന് വെൽഫെയർ പാർട്ടി പിന്തുണച്ചതിലേക്ക് അവർ വിമർശിക്കുന്നുണ്ട്. ഞാൻ മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പിന്തുണ നല്ല മതനിരപേക്ഷവാദികൾ, ജനാധിപത്യവാദികൾ, മാനവിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ പിന്തുണ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായി നിൽക്കുന്നവർക്കിടയിൽ നിലപാട് രൂപീകരിക്കത്തക്കതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നെ UDF-നെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊക്കെ UDF-ന്റെ ഒരു പ്രശ്നമാണ്. അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയോ അതിൽ ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമേ ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് തന്നെയാണല്ലോ. അതൊരു പുതിയ തീരുമാനമല്ല. അവർ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു. മതരാഷ്ട്രവാദവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിൽ പ്രശ്നമില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെ പോട്ടെ. പാർട്ടിയും UDF-നെ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കണക്ഷനായി നിൽക്കുന്നത് കോൺഗ്രസ് ആണോ, കോൺഗ്രസ് നേതാക്കളാണോ, അല്ലെങ്കിൽ ലീഗാണോ, അങ്ങനെ ഒരു വിധത്തിലുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വവും അതുവഴി UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വവും ഈ കൂട്ടർ കൈയാളുന്നതായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അത് കുറച്ചു കാലമായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടി കൂടി കടന്ന് UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു. അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ്. ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതും വിശദീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഞാനിപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ. പക്ഷെ അവരങ്ങനെയാണെങ്കിൽ ഞാനത് പറയുമ്പോൾ അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതായിട്ടും വരും. ഒന്നോ അത് നിങ്ങളും പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. PDP-യുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ AM സക്കീറിനെ മറന്നു പോകരുത്. AM സക്കീറിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെല്ലാം സ്ഥാനാർത്ഥി എം സ്വരാജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.